ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന ദൈവവചന വാക്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വിശ്വാസത്തെ കാണേണ്ട ആവശ്യത്തെക്കുറിച്ചാണ് കണ്ടത്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ ഏത് വിശ്വാസത്താൽ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നതായ വസ്തുതകളിലുള്ള വിശ്വാസമല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോബ്ലം അതാണ്. വസ്തുതകളിലെ വിശ്വാസം ആവശ്യമാണ്, പക്ഷേ വസ്തുതകളെ നമ്മൾ വിശ്വസിക്കുകയല്ല, ശരിക്കും വസ്തുതകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസം എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. കാണാത്ത കാര്യങ്ങൾ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്ന അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് തന്നെ നമ്മൾ പറയണം. കാര്യം ആത്മിക യാഥാർത്ഥ്യങ്ങൾ അദൃശ്യ യാഥാർത്ഥ്യങ്ങളാണ്, ദൃശ്യ യാഥാർത്ഥ്യങ്ങളല്ല. ദൃശ്യലോകത്ത് നമ്മൾ കാണുന്നത് നമ്മൾ അംഗീകരിച്ചാൽ മതി. ഈവൻ ചരിത്രത്തിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ അംഗീകരിക്കുകയാണ്. അത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം, ചരിത്രത്തിൽ യേശു കർത്താവ് മരിച്ചു എന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ വിശ്വാസിയാകുന്നില്ല. വിശ്വാസി എന്ന് പറയുമ്പോൾ ആ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിക്കുമ്പോൾ അദൃശ്യ ലോകത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണ് ഉണ്ടായത്, അത് എന്താണ് ആത്മലോകത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ആത്മലോകം എന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രവാചകന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആത്മമണ്ഡലം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ ഒഴുകി നടക്കുന്ന മണ്ഡലമൊന്നും അല്ല. അത് ആ ഒരു ഡിഫറൻസ് നമ്മുടെ മനസ്സിലാക്കണം. അതായത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ കാര്യങ്ങൾക്കപ്പുറത്ത് നിത്യതയുടെ ലോകത്തിൽ, അദൃശ്യമായ ലോകത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങളുണ്ട്. ആ പ്രതിഫലനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. കാൽവറി ക്രൂശിൽ യേശു മരിച്ച സമയത്ത് എന്താണ് അദൃശ്യ ലോകത്തിൽ സംഭവിച്ചത്? നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് യേശു കാൽവറി ക്രൂശിൽ തൂങ്ങിയാടുന്ന ഒരു ചിത്രം. എന്നാൽ പൗലോസ് അതിൻ്റെ അദൃശ്യ യാഥാർത്ഥ്യത്തെ കൊലോസ്യ ലേഖനം 2 അധ്യായത്തിൽ വിവരിക്കും നമ്മൾ കണ്ടു. അവിടെ തറയ്ക്കപ്പെട്ടത് പാപമാണ്, എൻ്റെയും നിങ്ങളുടെയും പാപമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ്. പിശാചിന് നമ്മൾ എഴുതി കൊടുത്ത ബോണ്ടാണ്. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്താണ്. ചട്ടങ്ങളാൽ അഥവാ ന്യായപ്രമാണത്താൽ വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. ന്യായപ്രമാണത്തെ അവൻ കാൽവറി ക്രൂശിൽ തറച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായപ്രമാണമല്ല അവിടെ തറച്ചിരിക്കുന്നത്. പ്രത്യേകത, ഞാൻ തെറ്റിച്ച പ്രമാണങ്ങളാണ്. അതാണ് എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് എന്ന് ഞാൻ പറയാൻ കാര്യം. പാപം അറിയാത്തവനെ നമുക്ക് നീതി ലഭിക്കേണ്ടതിന്, അഥവാ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? പാപം അറിയാത്തവനെ പാപമാക്കി നമുക്ക് വേണ്ടി പാപമാക്കുകയാണ്, അല്ലാതെ പാപിയാക്കുകയല്ല. അവൻ പാപിയായില്ല, പക്ഷേ അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ എൻ്റെ പാപമാണ് കാൽവറി ക്രൂശിൽ കിടക്കുന്നത്. ഇതാണ് അതിൻ്റെ അദൃശ്യ യാഥാർത്ഥ്യം. ആ അദൃശ്യ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ആത്മാവിൻ്റെ ദർശനമുള്ളവർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് പറ്റത്തില്ല. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിക്കുന്ന എത്രയോ പേര് കണ്ടു. ഒരാളല്ല, 100 ആളുകൾ കണ്ടു കാണും. പക്ഷെ അവരാരും കാൽവറി ക്രൂശിൽ പാപം തറയ്ക്കപ്പെടുന്നത് കണ്ടില്ല. അത് കാണാൻ കഴിഞ്ഞത് ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു നോക്കിയ പൗലോസിനോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നു നോക്കുന്ന നമുക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസം എന്ന് പറയുമ്പോൾ ചരിത്ര യാഥാർത്ഥ്യങ്ങളിലുള്ള വിശ്വാസമല്ല. അതിനപ്പുറത്ത്, ചരിത്രത്തിനപ്പുറത്ത് അദൃശ്യ ലോകത്തിൽ, ദൈവത്തിൻ്റെ ലോകത്തിൽ, നിത്യതയുടെ ലോകത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ ആ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് വിശ്വാസം നമുക്കൊരു യാഥാർത്ഥ്യമാകുന്നത്. അവിടെയാണ് നമ്മുടെ ആശ്രയമാണ്. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പാപങ്ങളുടെ വിമോചനത്തിനായി യേശു കർത്താവിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചരിത്രത്തിലെ യേശു ഒരു യാഥാർത്ഥ്യമാകുമ്പോഴും ചരിത്രത്തിലെ യേശു ആരാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതാണ്. അവൻ ദൈവപുത്രനാണ്, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമാക്കപ്പെട്ട ദൈവപുത്രനാണെന്നുള്ള ആ തിരിച്ചറിവ്, ആ അറിവ്, ആ പരിജ്ഞാനം, ആ ആത്മാവിലുള്ള ബോധ്യം, അറിവ്, അതാണ് നമ്മളെ വാസ്തവത്തിൽ ആ അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള വിശ്വാസമാണ് ശരിക്കും നമ്മളെ ദൈവത്തിൻ്റെ പ്രസാദമുള്ള വിശ്വാസം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഓരോ വ്യക്തികളും, ഇവിടെ പറയുന്നത് വിശ്വാസത്തിൻ്റെ വീരന്മാർ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് പരിശീലിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വിശ്വാസത്താൽ അവരൊക്കെ എന്തൊക്കെ ചെയ്തു, വിശ്വാസത്താൽ അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരാരും അമാനുഷികരായ ആളുകളല്ലായിരുന്നു. അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ശിംശോൻ എന്ന് പറഞ്ഞ് ശിംശോൻ്റെ പടം വരയ്ക്കാൻ നമ്മൾ പിള്ളേരെ വല്ലതും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ വരയ്ക്കുന്നത് എന്താണ്, മിസ്റ്റർ ഇന്ത്യയുടെ പടമോ അല്ലെങ്കിൽ അവരുടെ കാർട്ടൂണിലെ, അവർ കാണുന്ന കാർട്ടൂണിലെ ഏറ്റവും
6 പാക്ക് മസിൽസ് ഉള്ള അല്ലെങ്കിൽ 12 പാക്ക് മസിൽസ് കാണിക്കുന്ന വലിയ ഒരു ആളുടെ പടമൊക്കെ ആയിരിക്കും വരച്ചു വെക്കുന്നത്. പക്ഷേ ശിംശോൻ അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾ ചെയ്ത പ്രവൃത്തികൾക്കൊന്നും അയാളെ സ്തുതിച്ചാൽ മതി. കാര്യം അത് അയാളുടെ ശക്തി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ വേദോസം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ആളുകൾ എന്തുകൊണ്ടാണ് ശിംശോൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുന്നത്? അയാളൊരു ദുർബലനായ മനുഷ്യനായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരിക്കലും അയാൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇതുപോലെ വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികൾ വിവരിക്കുന്ന ഈ ഓരോ വ്യക്തികളുടെയും ജീവിതം നോക്കിയാൽ ഇവരെല്ലാം സ്വാഭാവികമായി സാധാരണ മനുഷ്യരാണ്. ദേ വെർ ഓൾ നോർമൽ പീപ്പിൾ. എന്നാൽ അവർ വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ കാണാത്ത കാര്യങ്ങളുടെ ലോകത്തേക്ക് അവർ കയറിയെന്ന് അതിൻ്റെ അർത്ഥം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അദൃശ്യനായ ദൈവം അവർക്കൊരു യാഥാർത്ഥ്യമായിരുന്നു. ആ അദൃശ്യനായ ദൈവം യാഥാർത്ഥ്യമായതുകൊണ്ടാണ്, ആ ദൈവവുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് അവര് ഈ അമാനുഷിക പ്രവൃത്തികൾക്ക് പ്രാപ്തരായെന്ന് എന്നാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്. അവിടെ നമ്മൾ ഹബേലിൻ്റെയും കയീൻ്റെയും ചരിത്രം പഠിച്ചു. കയീൻ വളരെ അധ്വാനിയായ ഒരു മനുഷ്യനാണ്. അവൻ്റെ വിയർപ്പിൻ്റെ ഫലമാണ് അവൻ കൊണ്ട് കൊടുക്കുന്നത്. അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഞാൻ അധ്വാനിച്ചു, എൻ്റെ നീതിയുമായിട്ടാണ്, അവൻ്റെ നീതിയുമായിട്ടാണ് കയീൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അവൻ ഈ കയീൻ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയിൽ പരീശൻ വന്ന് നിൽക്കുന്നത് പോലെയുള്ള അതേ മനോഭാവത്തോടുകൂടെയാണ് കയീൻ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാനായിട്ട് നോക്കുന്നത്. അവനെയല്ല സമർപ്പിക്കുന്നത്, അവനുള്ളതിനെയാണ് സമർപ്പിക്കുന്നത്. എന്നാൽ ഹാബേൽ യാഗം കഴിച്ചു എന്ന് പറയുമ്പോൾ മൃഗം യാഗപീഠത്തിൽ കിടക്കുമ്പോൾ അതിനൊരു സൈനുണ്ട്, അല്ലെങ്കിൽ അതൊരു സിമ്പലാണ്. എന്ത്? എനിക്ക് പകരമാണ് യാഗമൃഗം ഇവിടെ കിടക്കുന്നത്, ഇനി മുതൽ എൻ്റെ ഓണർഷിപ്പ് എനിക്കല്ല, ദൈവത്തിനാണ് എന്ന് പറയുന്ന, അതാണ് വാസ്തവത്തിൽ യാഗാർപ്പണം എന്ന് പറയുന്നത്. ഹാബേൽ ജീവാർപ്പണം നടത്തുകയാണ്. അവൻ പറയാണ്, ഞാൻ നിന്റെ വകയാണെന്ന് ദൈവത്തോട് സമ്മതിക്കുന്നതാണ് വാസ്തവത്തിൽ യാഗം എന്ന് പറയുന്നത്. ഐ ബിലോങ് ടു യു, ഞാൻ നിന്റെ വകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വകയാണ് നമ്മൾ എന്ന് പറയുന്നതിനെയാണ് ശരിക്കും പറഞ്ഞാൽ യാഗം അർപ്പിക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. അപ്പോൾ ആ യാഗാർപ്പണത്തിൽ അവൻ ദൈവത്തിന് അവനെ തന്നെ കൊടുക്കുകയാണ്. ചുങ്കക്കാരൻ മാറത്തടിച്ച് നിലവിളിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയുടെ ലോകത്തിലേക്ക് കടക്കാൻ അവനുള്ള ആ വെമ്പലാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് അവൻ വിശ്വാസത്താൽ അദൃശ്യ ലോകത്തിൽ അവനെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. എന്താണ് അദൃശ്യ ലോകത്തിൽ എന്ന് പറയാൻ കാര്യം? പ്രത്യക്ഷത്തിൽ കിടക്കുന്നത് ആട്ടിൻകുട്ടിയാണെങ്കിലും അദൃശ്യ ലോകത്തിൽ അവൻ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ദൈവത്തോട് അവൻ പറയാണ്, ഐ ബിലോങ് ടു യു, ഞാൻ നിന്റെ വകയാണ്. ആ ആറ്റിറ്റ്യൂഡാണ് ദൈവം മാനിച്ചത്. യഹോവ ഹാബേലിലും അവൻ്റെ യാഗത്തിലുമാണ് പ്രസാദിക്കുന്നത്. യാഗമല്ല അവിടുത്തെ, അല്ലെങ്കിൽ അവൻ കൊടുത്ത വസ്തുവിൻ്റെ മാഹാത്മ്യമല്ല. പ്രത്യുത അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവൻ്റെ മനോഭാവം എന്താണ്, അവൻ എന്താണ് പറയുന്നത്? അവൻ ദൈവത്തോട് പറയുന്നത് ഞാൻ നിന്റെ വകയാണെന്നാണ്. അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ കയീൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. നമുക്ക് നമ്മുടെ വിയർപ്പുമായല്ല ദൈവസന്നിധി ചെല്ലാൻ കഴിയുന്നത്, യേശുവിൻ്റെ രക്തവുമായാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യം പറഞ്ഞും ഉപവസിച്ചതിൻ്റെ കാര്യം പറഞ്ഞും ദൈവസന്നിധി ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അവിടെ വില പോകത്തില്ല. അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ദൈവം ആരെ മാത്രമേ എടുക്കുന്നുള്ളൂ? അവരെ തന്നെ യാഗമായി അർപ്പിക്കുന്നവരെ മാത്രമേ ദൈവം സ്വീകരിക്കുന്നുള്ളൂ. അപ്പോഴാണ്, അതായത് ഓണർഷിപ്പ് കൈമാറുകയാണ്. അങ്ങനെ ഓണർഷിപ്പ് കൈമാറുമ്പോഴത്തേക്ക് അവൻ ഹാബേലിന് സാക്ഷ്യം ലഭിച്ചു. അദൃശ്യ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ അദൃശ്യ ലോകത്തിലെ ഉറപ്പാണ് നമ്മുടെ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചു. സാക്ഷ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം അപ്രൂവൽ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു സീല് പതിപ്പിക്കുന്നത് പോലെയാണ്. എൻ്റെ ഓണർഷിപ്പുള്ള ഒരു കാര്യത്തിന് മേലെ ഞാൻ സീല് പതിപ്പിക്കുകയാണ്. ഞാൻ ഗവൺമെൻറ് ഒരു വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ അത് സീൽ ചെയ്ത് നമ്മൾ പറയും. സീൽ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് അതിൻ്റെ അർത്ഥം ഗവൺമെൻറ്റാണ്, സീൽ ചെയ്യുകയാണ്. ഇതുപോലെ അദൃശ്യ ലോകത്തിലെ ദൈവാത്മ പ്രവൃത്തിയിൽ അത് തിരിച്ചറിഞ്ഞ് ആ അദൃശ്യനായ ആത്മാവാകുന്ന ദൈവവുമായി നമുക്കുണ്ടാകുന്ന സഹവാസം കൊണ്ട്, നമ്മളുടെ ജീവാർപ്പണം കൊണ്ട് ആ കാര്യം സംഭവിക്കുമ്പോൾ നമ്മുടെ മേൽ ദൈവം അവൻ്റെ സീല് പതിപ്പിക്കുകയാണ്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവൻ സാക്ഷ്യം പ്രാപിച്ചു, ദൈവം അവൻ്റെ മേൽ സീല് പതിപ്പിച്ചു, നീ എൻ്റെ വകയാണ്. ഹാബേൽ ദൈവത്തിൻ്റെ വകയാണ്, ഹാനോക്ക് ദൈവത്തിൻ്റെ വകയാണ്. അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. റൈച്ചിയസ്, അവൻ്റെ റൈച്ചിയസ്നെസ് അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ നീതി അവനിലേക്ക് ദൈവം പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വത്തായിത്തീരുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും സമയമനുസരിച്ച് ഞാൻ പറയാം. ഈ ഹാബേലിൻ്റെയും ഹാനോക്കിൻ്റെയും കാര്യം പറഞ്ഞതിന് ശേഷം, അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പറഞ്ഞു നിർത്തിയതിന് ശേഷം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ
തുടർച്ചയായി പറയുകയാണ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തോന്നും, വളരെ സിമ്പിളായിട്ട് തോന്നും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നറിയണ്ടേ. അപ്പോൾ ദൈവം ഉണ്ടെന്നറിയുന്നതാണോ വിശ്വാസം? നാച്ചുറലായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ദൈവം ഉണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ല. ആരാ വിശ്വസിക്കാത്ത? വളരെ ചുരുക്കം ആളുകളെ ആന്തരികമായി ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്തവരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നുണ്ട്? ദൈവം ഇല്ലെന്ന് പറയുന്ന ആളുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. ദൈവം ഇല്ലെന്ന് പറയുന്നവർ തന്നെ പലരും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മാത്രമേ ദൈവത്തിൻ്റെ അടുത്തോട്ട് വരാവൂ എന്ന് എബ്രായ ലേഖനകാരൻ എഴുതത്തക്ക രീതിയിൽ അത്ര സിമ്പിളല്ല ഇത്. ദൈവം ഉണ്ടെന്ന് അറിയുന്നവൻ മാത്രമേ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടതാകുന്നു. കാര്യം ഈ വാക്കുകളുടെ ശക്തീകരണം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ തർജ്ജിമ കിടക്കുന്നത്. ശരിക്കും ഇവിടെ പറയുന്ന വാക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്ത് വരിക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആ അടുത്ത് എന്നുള്ളതാണ് അതിനകത്ത് എംഫസിസ് എന്ന് പറയുന്നത്. അതായത് ദോസ് ഹു ആർ കമ്മിങ് ക്ലോസർ ടു ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അടുത്തേക്ക് കയറി ചെല്ലുന്നവൻ എന്നാണ് ശരിക്കും പറഞ്ഞതിൻ്റെ അർത്ഥം. ഇറ്റ് സെയ്സ് അബൌട്ട് എ വർഷിപ്പർ, ദൈവത്തെ ആരാധിക്കുന്നവൻ. നമ്മൾ എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അടുത്തേക്ക് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ സെയിം വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അടുത്തേക്ക് വരിക. ഒരുപക്ഷെ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് നമ്മൾ കാണുന്നത് എന്താണ്? കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. നമ്മൾ അടുത്തെന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടുത്തെ എംഫസിസ് ആ അടുത്ത് എന്നുള്ളതാണ്. കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുന്നവൻ. അതായത് നമുക്കറിയാമല്ലോ സമാഗമന കൂടാരത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? പ്രാകാരം, അല്ലെങ്കിൽ അവരുടെ ഈവൻ ദൈവാലയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പ്രാകാരമുണ്ട്. പ്രാകാരത്തിൻ്റെ അകത്ത് വിശുദ്ധ സ്ഥലമുണ്ട്. വിശുദ്ധ സ്ഥലത്തിനകത്ത് അതിപരിശുദ്ധ സ്ഥലമുണ്ട്. അതിനകത്താണ് കൃപാസനം. അപ്പോൾ ആ കൃപാസനത്തിങ്കലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അടുത്തടുത്ത് വരികയാണ്. പ്രാകാരത്തിൽ നിൽക്കുന്നവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തേക്കും വിശുദ്ധ സ്ഥലത്ത് നിന്ന് അതിപരിശുദ്ധ സ്ഥലത്തേക്കും കൃപാസനത്തിങ്കലേക്കും അടുത്തു വരുന്നവൻ, അവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്ന്. ദൈവം ഉണ്ട് എന്നുള്ള വാക്ക്, ആ ഉണ്ട് എന്ന വാക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ദൈവം അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കണമെന്നല്ല, ദൈവത്തിൻ്റെ പ്രസൻസിൽ വിശ്വസിക്കണമെന്നാണ് അവിടെ പറയുന്നത്.